ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലേഷൻ, അതായത് പരിവർത്തനം, എങ്ങനെയാണ് മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലോട്ട് പരിവർത്തനം, സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സിമ്പിളിൽ തുടങ്ങിയാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു പാസേജ് അത് നമുക്ക് എങ്ങനെ പരിഭാഷപ്പെടുത്താം. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രാമർപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, വ്യാകരണം എന്തൊക്കെയാണെന്നുള്ളത്. നോക്കിക്കോളൂ. ശ്രീകൃഷ്ണോ ഭാരതീയാനാം ആദർശപുരുഷ ഖലു. ശ്രീകൃഷ്ണ, ശ്രീകൃഷ്ണോ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ തന്നെയാണ്. ശ്രീകൃഷ്ണ ഭാരതീയാനാം, ഭാരതീയാനാം ഏത് വിഭക്തിയാണ് അത് അവിടെ വരുന്നത്? ഭാരതീയാനാം ഷഷ്ടി ബഹുവചനം. ഷഷ്ടിയുടെ അർത്ഥം എന്താണ്? ഇക്ക്, ന്, ഇൻ്റെ, ഉടെ, ഈ അർത്ഥമാണ് അല്ലേ? ഇക്ക്, ന്, ഇൻ്റെ, ഉടെ, ഏതെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇവിടെ ഭാരതീയാനാം ഷഷ്ടി ബഹുവചനമാണ്. ഭാരതീയരുടെ ആദർശപുരുഷ, ആദർശപുരുഷനാണ്, മോഡലാണ്. ആദർശപുരുഷ ഖലു. ഖലു എന്നൊരു വാക്കോടെ വന്നു. അതൊരു അവ്യയമാണ്. എന്താണ് അവ്യയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ് എൻ്റെ 36ാമത്തെ ക്ലാസ്സിൽ, അത് കാണാം. അപ്പോൾ അത് അവ്യയം എന്ന് പറഞ്ഞാൽ എന്താ? വിഭക്തി വചന പ്രത്യയങ്ങളൊന്നും ഇല്ലാതെ വരുന്ന പദങ്ങളാണ് അവ്യയങ്ങൾ. അപ്പോൾ അതിൽ ഖലു എന്താ അപ്പോൾ അതിൻ്റെ അർത്ഥം? തീർച്ചയായും എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഭാരതീയാന ആദർശപുരുഷ ഖലു തന്നെയാണ്. അതായത് ശ്രീകൃഷ്ണൻ ഭാരതീയരുടെ ആദർശപുരുഷൻ തന്നെ. ദേവകി വസുദേവയോഹോ അസ്യ പുത്രസ്യ പാലനം യശോദാനന്ദഃ ച അകുരുതാം. ദേവകി വസുദേവയോഹോ, ദേവകിയും വസുദേവനും അതാരാണെന്ന് എനിക്കറിയാം. ദേവകി വസുദേവയോഹോ, അവിടെ എന്താണ്? ഷഷ്ടി ദ്വിവചനം വന്നു. എന്തുകൊണ്ട് ദ്വിവചനം വന്നു? ദേവകിയും വസുദേവൻ. ദേവകി വസുദേവയോഹോ, അവിടെ ഷഷ്ടി ദ്വിവചനമാകുമ്പോൾ ദേവകി വസുദേവർക്ക്, അവർക്ക് അസ്യ പുത്രസ്യ, ആ പുത്രൻ്റെ, പുത്രസ്യ എന്നുള്ളത് ഷഷ്ടി ഏകവചനമാണ്. പുത്രൻ്റെ വന്നില്ലേ, പുത്രസ്യ. അപ്പോൾ ഇവിടെ ആ പുത്രൻ്റെ എന്ന് പറയുമ്പോഴും അതും എന്ത് തന്നെ വരണം? ഷഷ്ടി ഏകവചനം തന്നെ വരണം. അതുകൊണ്ടാണ് അസ്യ അനയോഹോ ആസാം. ഇവിടെ പുത്രസ്യ, പുത്രയോഹോ, പുത്രാണ. അതുപോലെ അസ്യ പുത്രസ്യ, ആ പുത്രൻ്റെ പാലനം, പരിപാലനം. യശോദാനന്ദഃ ച അകുരുതാം. എന്ന് പറയുന്നു. ച അകുരുതാമാണ്. അതെങ്ങനെ തിരിച്ചു പറയാം? ച പ്ലസ് അകുരുതാം. എന്താ ഇവിടെ ച വരാൻ കാരണം? രണ്ടുപേരാണ് അല്ലേ? യശോദാനന്ദഃ ച, പിന്നെ അകുരുത. അകുരുത എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന്, അത് പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ലങ്ങാണ്. കൃ ധാതുവിൻ്റെ ലങ്ങാണ്. അകരോത് അകുരുതാം അകുർവൻ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അകരോത് അകുരുതാം അകുർവൻ. അപ്പോൾ അതിൻ്റെ പ്രസന്റ് ടെൻസ്, അതായത് ലട്ട് എങ്ങനെ വരും? കരോതി, കുരുതഃ, കുർവന്തി എന്നതും പഠിച്ചതാണ്. അപ്പോൾ ച അകുരുതാം, ഇവിടെ അസ്യ പുത്രസ്യ പാലനം ആര് ചെയ്തു? യശോദാനന്ദഃ ച അകുരുതാം, അവർ ചെയ്തു. ആരുടെ? അസ്യ പുത്രസ്യ പാലനം, ആ പുത്രൻ്റെ പാലനം യശോദാനന്ദഃ ച അകുരുതാം ചെയ്തു. ബലരാമഃ തസ്യ ജ്യേഷ്ഠഃ ഭ്രാതാ ആസീത്. ബലരാമഃ തസ്യ ജ്യേഷ്ഠഃ, കസ്യ ജ്യേഷ്ഠഃ, തസ്യ എന്ന് പറഞ്ഞാലും ഷഷ്ടി ഏകവചനം. തസ്യ തയോഹോ തേഷാം. തസ്യ ആരുടെ? കൃഷ്ണസ്യ, ശ്രീകൃഷ്ണസ്യ ജ്യേഷ്ഠഃ ഭ്രാത ബ്രദർ, സോദരഃ ആസീത്. അതുപോലെ ആസീത്, അതും പാസ്റ്റ് ടെൻസ് അല്ലേ? ലങ്ങാണ്. അസ് ധാതുവിൻ്റെ ലങ്ങാണ്. ആസീത്, അസ്താം, ആസൻ. അപ്പോൾ അതിൻ്റെ ലട്ട് എങ്ങനെ വരും? അസ്തി, സ്തഃ, സന്തി. അപ്പോൾ ബലരാമഃ തസ്യ ജ്യേഷ്ഠഃ ഭ്രാത ആസീത്. അപ്പോൾ ശ്രീകൃഷ്ണസ്യ ജ്യേഷ്ഠഃ ഭ്രാത കഃ ആസീത്, ആരായിരുന്നു? ബലരാമഃ അല്ലേ? അത് കഴിഞ്ഞിട്ട് രുക്മിണി തസ്യ ഭാര്യ ആസീത്. ഇവിടെയും ആസീത് വന്നു. ആയിരുന്നു, പാസ്റ്റ് ടെൻസ്.
രുക്മിണി. രുക്മിണി തസ്യ ഭാര്യ. തസ്യ ഭാര്യ ആരുടെ ഭാര്യ? ശ്രീകൃഷ്ണസ്യ ഭാര്യ ആസീത്. അപ്പൊ ശ്രീകൃഷ്ണസ്യ ഭാര്യ കാ ആസീത്. എന്തുകൊണ്ട് ഞാൻ കാ ചോദിച്ചു? സ്ത്രീലിംഗമാണ് അല്ലേ ഭാര്യ. കാ ആസീത്? ശ്രീകൃഷ്ണസ്യ ഭാര്യ രുക്മിണി ആസീത്. തസ്യ പുത്രസ്യ നാമ. തസ്യ പുത്രസ്യ. തസ്യ അത് തച്ഛബ്ദമാണ്. തസ്യ തയോഹോ തേഷാം. തസ്യ പുത്രസ്യ. കസ്യ പുത്രസ്യ? ശ്രീകൃഷ്ണസ്യ പുത്രസ്യ നാമ. പുത്രന്റെ പേര് പ്രത്യുഘ്നഃ ആസീത്. പ്രത്യുഘ്ന എന്നായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചത് അസുധാതുവിന്റെ പാസ്റ്റ് ലങ് വന്നു, പിന്നെ ധാതുവിന്റെയും ലങ് ദ്വിവചനം വന്നു. സഹ കാളീയ സർപ്പസ്യ ദമനമകരോത്. സഹ കഹ ആരാ? സഹ കഹ ശ്രീകൃഷ്ണ. കാളീയ സർപ്പസ്യ ഷഷ്ടി എന്നില്ലേ? ഇവിടെ എല്ലാം ഷഷ്ടിയാണ് കൂടുതലും വരുന്നത്. ഷഷ്ടി. കാളീയ സർപ്പസ്യ. കാളീയ സർപ്പന്റെ. കാളീയൻ. കാളിയൻ എന്ന പേരിലുള്ള സർപ്പം ഇല്ലേ? കാളീയ സർപ്പസ്യ സർപ്പത്തിന്റെ ദമനമകരോ. ദമനമകരോ. ദമനം. ദമനം പ്ലസ് അകരോത്താണ് ദമനമകരോത്. ദമനമകരോത്. ദമനം എന്താണ്? അഹങ്കാരം, ദർപ്പം. ദമനം അകരോത് ചെയ്തു. അവിടെയും പാസ്റ്റ് ടെൻസ് ലങ്. അകരോത് അകുരുതാം അകുർവൻ. അകരോത് അകുരുതാം അകുർവൻ. അതിൻ്റെ ലട്ട് വർത്തമാനകാലം എങ്ങനെ വരും? കരോതി കുരുതഃ കുർവന്തി. ഇതൊക്കെ അന്ന് പഠിച്ച കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുകയാണല്ല. കരോതി കുരുതഃ കുർവന്തി. അപ്പൊ ഇവിടെ ദമനം അകരോ. ദമനം ചെയ്തു, അഹങ്കാരം ശമിപ്പിച്ചു. പൂതന നാമിക രാക്ഷസീം അമാരയത്ത്. പൂതന നാമിക പേരുള്ള, പൂതന എന്ന് പേരുള്ള രാക്ഷസീം. രാക്ഷസിയെ, അത് ദ്വിതീയ വിഭക്തിയാണ്. രാക്ഷസിയെ അമാരയത്. രാക്ഷസീം പ്ലസ് അമാരയത്. രാക്ഷസീം അമാരയത്ത്. അമാരയത് കൊന്നു. മാരേതി അതിൻ്റെ വർത്തമാനകാലം മാരേതി, മാരേതഃ, മാരയന്തി. ഇത് അമാരയത്ത്. അമാരയത്, അമാരേത, അമാരയൻ. അപ്പൊ രാക്ഷസീം അമാരയത്. രാക്ഷസിയെ കൊന്നു. ദ്വിതീയ വിഭക്തിയുടെ അർത്ഥമാണ് എന്നൊക്കെ അർത്ഥം. രാക്ഷസീം അമാരയത്. സഹ ശിശുപാലസ്യ വധമകരോ. പിന്നെന്ത് ചെയ്തു? സഹ കഹ ശ്രീകൃഷ്ണ ശിശുപാലസ്യ. ശിശുപാലന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ശിശുപാലസ്യ അത് ഷഷ്ടി ഏകവചനം. ശിശുപാലസ്യ വധമകരോ. വധം പ്ലസ് അകരോത്. കരോതി കുരുതഃ കുർവന്തിയാണ് അതിൻ്റെ ലട്ട്. അകരോത് അകുരുതാം അകുർവനാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ലങ്. ശിശുപാലസ്യ ശിശുപാലന്റെ വധമകരോ. വധം വധിച്ചു, വധം ചെയ്തു, വധം കൊല നടത്തി എന്നുള്ളത്. സഹ സ്വമാതുലസ്യ ദുഷ്ടസ്യ ഹംസസ്യാപി വധമകരോ. അതുമാത്രമല്ല സ്വമാതുലസ്യ. സ്വസ്യ തൻ്റെ. സ്വസ്യ കസ്യ ശ്രീകൃഷ്ണസ്യ. മാതുലസ്യ. മാതുലനാരാണ്? അമ്മാവൻ. മാതുലസ്യ അത് ഷഷ്ടി ഏകവചനം. മാതുലസ്യ മാതുലന്റെ, അമ്മാവന്റെ. ദുഷ്ടസ്യ. എന്തുകൊണ്ട് ദുഷ്ടസ്യ എന്നുള്ള ഷഷ്ടി വന്നു? മാതുലസ്യ വരുമ്പോൾ അതിൻ്റെ വിശേഷണമാണല്ലേ ദുഷ്ടൻ എന്നുള്ളത്. അപ്പോൾ അത് എന്ത് തന്നെ വരണം? ഷഷ്ടി തന്നെ വരണം. അതാണ് ദുഷ്ടസ്യ. ആരാണത്? കംസസ്യ. ദുഷ്ടസ്യ കംസസ്യ. കംസൻ എങ്ങനെയുള്ള ആളാണ്? ദുഷ്ടനാണ്. ദുഷ്ടസ്യ കംസസ്യാപി. കംസസ്യ പ്ലസ് അപി. അത് കംസസ്യാപി. ദീർഘസന്ധി നിങ്ങൾ പഠിച്ചതാണ്. കംസസ്യ പ്ലസ് അപി, കംസസ്യാപി. അവിടെ അപി എന്നൊരു വാക്കും അത് എന്തുവാണ്? അതും ഒരു അവ്യയമാണ്. കംസനെയും. വധം അകരോ. വധം പ്ലസ് വധം അകര. അവിടെയും വധം ഇതുപോലെ വധം അകരോത്ത് വന്നു. വധം അകരോ. കംസസ്യാപി വധം അകരോത്ത്. സഹ ഗോപാലോപി കഥ്യതേ. സഹ കഹ ശ്രീകൃഷ്ണ. ഗോപാലോപി. ഇവിടെ ഗോപാലോ കഴിഞ്ഞില്ല. ഗോപാലോപി. ഗോപാലഃ പ്ലസ് അപി ആണ്. ഇവിടെ ഒരു ചിഹ്നം ഇട്ടിരിക്കുന്നുണ്ടല്ലേ ട്രാൻസ്ലേഷൻ. ഇവിടെ ചിഹ്നം ഗോപാലോപി. ഇവിടെ ഗോപാലഃ പ്ലസ് അപി. ഇത് നിങ്ങൾ വിസർഗ സന്ധി പഠിച്ചതാണ്. വിസർഗം കഴിഞ്ഞിട്ട് സ്വരം വരികയാണെങ്കിൽ അവിടെ എന്തായി മാറും? ഇതൊരു ട്രാൻസ്ലേഷൻ ആവും. ഗോപാലോപി. ഗോപാലോ അപി. ഗോപാലഃ
പ്ലസ് അഭി. ഗോപാലൻ എന്ന് കഥ്യതയെ പറയുന്നു. ഗോപാലൻ എന്ന് പറയപ്പെടുന്നു. ഇവിടെ കഥ്യത എന്നുള്ളത് ആത്മനേപദമാണ് അല്ലേ? കഥ്യതേ കഥ്യേതേ കഥ്യന്തേ. അപ്പൊ ഗോപാലോപി കഥ്യതേ. ഗോപാലൈഹി സഹ വനം ഗത്വാ സഹ ധേനൂഹു ചാരേതി സ്മ. ഗോപാലൈഹി സഹ. ഗോപാലൈഹി എന്താണ്? തൃതീയ ബഹുവചനമാണ് ഗോപാലൈഹി. ഗോപാലേന ഗോപാലാഭ്യാം ഗോപാലൈഹി. ഗോപാലനോട് അതാരാണ് ഈ ഗോപാലന്മാർ? ഗോക്കളെ വെച്ചു കൂടുന്ന ഈ കൃഷ്ണ കൂട്ടുകാരുണ്ടല്ലോ, ഗോപാലന്മാർ. ആ ഗോപാലൈഹി ഗോപാലന്മാരോട്, തൃതീയയുടെ അർത്ഥം ഓട്, അവരോട്, ഗോപാലന്മാരോടൊപ്പം സഹ എന്നത് പറയുന്നത് ഒരു അവ്യയമാണ്. അപ്പം ഗോപാലൈഹി സഹ എന്ത് ചെയ്തു? വനത്തിൽ ഗത്വ ഗമധാതുവിനോട് ഒരു ത്വാന്തം ചേർക്കുക. ഗമധാതുവിനോട് ത്വാന്തം ചേർക്കുമ്പോഴാണ് അത് ഗത്വാന്നാകുന്നത്. അതും ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. 47ാമത്തെ ക്ലാസ്സിലാണ്. 47ാമത്തെ ക്ലാസ്സിൽ ഇത് ദ്വാന്തം പഠിച്ചിട്ടുണ്ട്. ഗമധാതുവിനോട് ത്വാ ചേർത്തപ്പോൾ ഗത്വ പോയിട്ട്, മത്വ വിചാരിച്ചിട്ട്, പഠിച്ചിട്ട്. അപ്പോൾ വനം ഗത്വ പോയിട്ട് എന്ത് ചെയ്തു? സഹ ധേനൂഹു ചാരേതി സ്മ. ധേനവഹ. പിന്നെ ദ്വിതീയ വന്നപ്പോൾ ധേനൂഹു. അപ്പോൾ അവിടെ ദ്വിതീയ ബഹുവചനം വന്നു. ധേനു പശുക്കൾ. അപ്പോൾ പശുക്കളെ, ദ്വിതീയയുടെ അർത്ഥം എന്താ? എന്നുള്ള അർത്ഥം. ധേനൂഹു പശുക്കളെ ചാരയതി സ്മ. ഇതും ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്മ വരുമ്പോൾ ഒരു വർത്തമാനകാലത്ത് ലട്ടിനോടൊപ്പം, ഇത് ചാരയതി എന്ന് പറഞ്ഞാൽ ലട്ടല്ലേ, മേക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ചാരയതി അതിൻ്റെ കൂടെ ഒരു സ്മ ചേർക്കുമ്പോൾ, സ്മ യോഗം വരുമ്പോൾ ഭൂതകാലത്തിൻ്റെ അർത്ഥം വരും. സ്മയോഗേ ഭൂതകാല അർത്ഥം എന്നാണ്. സ്മ വരുമ്പോൾ വർത്തമാനകാലത്തിനോടുകൂടി ഒരു സ്മ ചേർക്കുമ്പോൾ അത് ഭൂതകാല അർത്ഥം കിട്ടുന്നു. ചാരയതി സ്മ എന്ന് അതിനെ മേച്ചിരുന്നു എന്നുള്ള അർത്ഥം. സഹ ലോകപ്രിയ ആസീത്. ലോകപ്രിയനായിരുന്നു. സഹ ശ്രീകൃഷ്ണ ലോകപ്രിയ ആസീത്. അവിടെ ആസീത് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അസ്തിജ. ഇപ്പോഴും അങ്ങനെയല്ലേ? അസ്ഥി പ്രസന്റൻസ്. മറ്റേ ആസീത് ആയിരുന്നു. അസ്തിജ ആണ്, ഇപ്പോഴും ആണ് എന്ന് കാണിക്കുകയാണ്. അപ്പം സഹ ലോകപ്രിയ ആസീത് അസ്തിജ. ഇത് മുഴുവനായിട്ടില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗം പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.